വയനാട്ടിലെ പതാക വിവാദത്തെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങും. റിയാസ് മൗലവി വധക്കേസിലെ തിരിച്ചടിയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയും പ്രചാരണ ആയുധമാക്കാനാണ് തീരുമാനം. ബിജെപിയുടെ പ്രചാരണക്കിണിയിൽ വീഴേണ്ട എന്ന രാഷ്ട്രീയ തീരുമാനത്തെ തുടർന്നാണ് വയനാട്ടിൽ പതാക ഒഴിവാക്കിയതെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുബഷീറാണ് വിവരങ്ങളുമായി ചേരുന്നത്. മുബഷീർ, പതാക വിവാദത്തെ UDF-നെതിരായ മുഖ്യ പ്രചരണ വിഷയമാക്കുകയാണിപ്പോൾ CPIM. ആര്യ, വയനാട്ടിലെ പതാക വിവാദത്തെ UDF-നെതിരായ രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റുകയാണ് CPIM. CH മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊപ്പിയൂരാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടതിനു സമാനമാണ് വയനാട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവമെന്നാണ് മന്ത്രി V. അബ്ദുറഹിമാൻ വിമർശിക്കുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗിന്റെ തൊപ്പി ഊരിച്ചിട്ടുണ്ട്. CHന്റെ അടക്കം തൊപ്പി ഊരിയ കഥകളുണ്ട്. അപ്പോൾ അന്ന് തൊപ്പിയാണെങ്കിൽ ഇന്ന് കൊടിയാണ്. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോക്കിടയിൽ ഹരിത പതാക കാണാത്തതിനുള്ള വിഷമത്താലാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ PK കുഞ്ഞാലിക്കുട്ടി ആ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതെന്നും അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥമുണ്ടായതെന്ന വിമർശനമാണ് KT ജലീൽ MLA ഉന്നയിക്കുന്നത്. പച്ചക്കൊടി കാണാത്തതിലുള്ള അദ്ദേഹത്തിന്റെ വിഷമമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസ്വസ്ഥ്യം ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം പതാക വിവാദത്തിന് കാരണമായ സംഭവത്തെ വിശദീകരിക്കുകയാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കൂടിയായ K. മുരളീധരൻ. ഇത്തവണ UDF എടുത്തിട്ടുള്ള മൊത്തമായിട്ട് തീരുമാനം, മതത്തിൻ്റെ പേരിൽ വർഗീയത ഉത്തരേന്ത്യയിൽ പരത്താൻ എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരാണ് BJP-ക്കാർ, RSS. അതുകൊണ്ട് തന്നെ ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. അതേസമയം റിയാസ് മൗലവി വധക്കേസിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ച വീഴ്ചയുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലീഗ് ഇതിനെതിരെ പ്രത്യാക്രമണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. CAA വിഷയത്തിലടക്കം CPM-ന് ഇരട്ടത്താപ്പുണ്ടെന്നും ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താനാണ് ഇത്തരം വിവാദ പരാമർശങ്ങളുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ CPIM-ഉം മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.